അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പാറക്കടവിനോട് ചേർന്ന പൂജാരിമാർക്ക് കുളം കുഴിക്കുന്നതിനെതിരെ പ്രതിഷേധം. കുളം കുഴിക്കുമ്പോൾ എടുത്ത കല്ലും മണ്ണും ഉത്സവത്തിനെത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ആരോപിച്ചാണ് അങ്ങാടിപ്പുറം ടൗൺ സംരക്ഷണ സമിതി നിർമ്മാണത്തിനെതിരെ രംഗത്ത് വന്നത്. എന്നാൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും പൂരക്കാലത്തിനു മുൻപ് കുളം നിർമ്മിച്ച പരിസരം വൃത്തിയാക്കി മാറ്റുമെന്നും ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു. അങ്ങാടിപ്പുറം ശ്രീ തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിന് താഴെ ഒഴുകുന്ന ചെറുപുഴയിലാണ് പൂജാരികൾ സാധാരണ കുളിക്കാറുള്ളത്. ഇവിടെ വെള്ളം മലിനമാകുന്നത് പതിവായതോടെ പുഴയിൽ കുളിച്ച് ശുദ്ധി വരുത്തുക പൂജാരികൾക്ക് സാധിക്കാതെയായി. ഇതിന് പരിഹാരമായാണ് പാറക്കടവിനോട് ചേർന്ന കുളം കുഴിക്കുവാൻ ദേവസ്വം ബോർഡ് ആരംഭിച്ചത്. മണ്ണിനടിയിൽ പാറ കണ്ടെത്തിയതിനാൽ ഉദ്ദേശിച്ചതിലും ആഴത്തിൽ കുളം കുഴിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. പാറക്കടവും പരിസരവും കല്ലും മണ്ണും കൊണ്ട് നിറഞ്ഞതോടെ കുളം കുഴിക്കുന്നതിനെതിരെ പ്രതിഷേധവും ഉയർന്നു. തിരുമാന്ധാംകുന്ന് പൂരത്തിന് ഇനി കേവലം ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കുളം നിർമ്മാണം ഇവിടെ എത്തുന്നവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അങ്ങാടിപ്പുറം ടൗൺ സംരക്ഷണ സമിതി സെക്രട്ടറി പ്രേംരാജ് ആരോപിക്കുന്നു. തിരുമാന്ധാംകുന്ന് അമ്പലത്തിലെ 11 ദിവസത്തെ പൂരാണ്. ഈ 11 ദിവസത്തെ പൂരം എന്ന് പറഞ്ഞാൽ ഈ ദേശത്തിലെ എല്ലാ ആളുകളും പങ്കെടുക്കുന്ന പൂരാണ്. ആ പൂരത്തിന് ഇവിടെയാണ് ആറാട്ട് നടക്കുന്ന സ്ഥലം. അതാണ് ആറാട്ട് കടവ്. ഈ ആറാട്ട് കടവിൽ ഇപ്രാവശ്യം ഇവിടെ വെള്ളം നാശമായതുകൊണ്ട് ഇപ്പുറത്തൊരു കുളം കുഴിക്കുന്നുണ്ട്. ഈ കുളം കുഴിക്കുന്നതും ഈ പരിപാടികൾ ചെയ്യുന്നതൊക്കെ അശാസ്ത്രീയമായിട്ടാണ്. അടുത്ത 25-ാം തീയതിയാണ് പൂരം. ഈ പൂരത്തിന് വേണ്ടി ഇവിടെ ജോലി ചെയ്യിപ്പിക്കുന്ന ആൾക്കാരും ചെയ്യുന്ന ആളുകളൊന്നും അങ്ങാടിപ്പുറത്തേരല്ല. അവർക്ക് ഈ പൂരമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ്. ഇവിടുത്തെ ഇതിൻ്റെ ഈ ചെയ്യുന്ന എഞ്ചിനീയറോട് എന്താണ് ഇതപ്പം അവൻ വീഡിയോ എടുക്കുന്നത്, എഞ്ചിനീയറോട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം അവൻ പറയുന്നത് നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചാൽ അത് എനിക്കറിയില്ല, എന്നോട് പറഞ്ഞ പണി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സിക്യൂട്ടീവ്സോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അയാൾക്ക് പറയാൻ മനസ്സില്ല, അയാൾ നിങ്ങൾ വേണമെങ്കിൽ വിവരാവകാശം കൊടുത്തോളൂ എന്നുള്ള സ്റ്റൈലാണ് സംസാരിക്കുന്നത്. അവിടെ വലിയൊരു കുളം കുഴിച്ചിട്ടുണ്ട്. ആ കുളത്തിൽ അതിന് യാതൊരു സേഫ്റ്റി വാളും ഇപ്പോൾ തൽക്കാലം അവർ കാണുന്നില്ല. എന്താണ് സംഭവിക്കാമെന്ന് അറിയാൻ പറ്റില്ല. അതേമാതിരി ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി വരുന്ന ഭാഗത്ത് അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കല്ല് കെട്ടുന്നുണ്ട്. ആ കല്ല് കെട്ടുന്നതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ കെട്ടിയതിൻ്റെ മുകളിൽ ഒരു ബെൽറ്റൊന്നും വാർക്കാണ്ട് കെട്ടുകയാണ്. അവിടെയൊക്കെ ആളുകൾ നിൽക്കുന്ന സ്ഥലമാണ്. അത് പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. പക്ഷേ അപകടം ഉണ്ടാകുന്നത് ഇവർക്ക് ആർക്കും യാതൊരു നഷ്ടം സംഭവിക്കില്ല. ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്കാണ് സംഭവിക്കുക. അതിനെതിരായിട്ട് പ്രതികരിക്കാൻ ഇവിടെ ആരുമില്ല. പ്രതികരിക്കാൻ കാരണം ഇവരെ എല്ലാവർക്കും പ്രതികരിക്കാൻ പേടിയാണ്. അപ്പോൾ ഒരാളെങ്കിലും വേണ്ടത് പ്രതികരിക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുന്നിട്ട് ഇറങ്ങിയത്. ഇതിനെതിരായിട്ട് ശക്തമായി. അപ്പോൾ ഞാൻ എക്സിക്യൂട്ടീവോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അയാൾക്കത് പറയാൻ മനസ്സില്ല, അയാൾ വേണമെങ്കിൽ വിവരാവകാശം കൊടുത്തോളൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ കുളവുമായി ബന്ധപ്പെട്ട വർക്കുകൾ പുരോഗമിക്കുകയാണെന്നും ഇതിന്റെ ഭാഗമായി പരിസരത്ത് കൂട്ടിയിട്ട മണ്ണ് പൂരസമയങ്ങളിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ക്രമീകരിക്കുമെന്നും കുളത്തിന്റെ ഭാഗത്ത് എല്ലാ സുരക്ഷാ ക്രമീകരണവും ഒരുക്കുമെന്നുമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നത്. തീർത്ഥാടകർക്ക് ഇതുമൂലം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു. മാർച്ച് 25-നാണ് ഇത്തവണ പൂരം പുറപ്പാട്. ഏപ്രിൽ 4-നാണ് 11-ാം പൂരം. പൂരത്തിന്റെ പ്രധാന ചടങ്ങുകളെല്ലാം പാറക്കടവിലാണെന്നിരിക്കെ ഇവിടെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ വൃത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. ദേവസ്വം ബോർഡ് കണക്കാക്കിയ വേഗത്തിൽ പണികൾ തീർന്നില്ലെങ്കിൽ പൂരത്തിനെത്തുന്നവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കുക. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.